ഇപ്പൊ ഫോൺ എന്നൊക്കെ പറയുന്ന ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഇപ്പൊ കുട്ടികൾ ഫോണിൽ. ഇഫ് യു ഹാവ് നോട്ടീസ്ഡ്, ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ ഫോൺ മതി നിർത്തൂ എന്ന് പറയുമ്പോൾ അവർ അതൊക്കെ ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു ആഫ്റ്റർ ദാറ്റ്. ദേ ആർ സോ അറ്റാച്ച്ഡ് ടു ഇറ്റ്, ദേ ആർ സോ അഡിക്റ്റഡ് ടു ഇറ്റ്, ആൻഡ് അതിനുള്ള കാര്യങ്ങളെ ഉള്ളൂ ഇവർക്ക്, വേറെ ഒന്നും ചെയ്യാല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെ ഇടുമ്പോൾ ദേ ആർ ഗോയിങ് ത്രൂ സോ മെനി സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. സി ഇപ്പൊ ഈ ടെക്നോളജിയുടെ വേൾഡില് ഇറ്റ് ഈസ് ദ വേൾഡ് ഓഫ് റാഷണലിസ്റ്റ്, ദ വേൾഡ് ഓഫ് ഹ്യൂമനിസം, ദ വേൾഡ് ഓഫ് എംപറിസിസം. നിങ്ങൾക്ക് എവിഡൻസ് ആണ് വേണ്ടത് കുട്ടികൾക്ക്. അവർ അതാണ് കിട്ടുന്നത്. വാട്ട് ദേ ആർ ഗെറ്റിംഗ് ത്രൂ ദ മൊബൈൽ ഫോൺസ് ഓർ ദ ടെക്നോളജി ഇസ് ദ ഇൻഫർമേഷൻ ദാറ്റ് ആർ റൈറ്റ്. ഇഫ് ദേ ആർ ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ ത്രൂ ഒരു റീസൺ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ആരെങ്കിലും പേടിപ്പിച്ച് എത്ര കാലം, ദിസ് ഇസ് ജസ്റ്റ് ഷോർട്ട് ടേം, റൈറ്റ്? നിങ്ങൾ ഒരാളെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യിപ്പിക്കും. ഇപ്പൊ ടീച്ചറെ റെസ്പെക്ട് ചെയ്യണം, നിങ്ങൾ പേടിപ്പിച്ചിട്ട് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവർ എത്ര കാലം റെസ്പെക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇല്ലാത്തൊരു സമയം വരുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് ടു ബിഹേവ് ദ വേ ദേ വാണ്ട് ഇറ്റ്. നമ്മൾ പേടിപ്പിച്ചിട്ടല്ല കുട്ടികളെ നന്നാക്കേണ്ടത്. ദേ ഷുഡ് ബി ഏബിൾ ടു തിങ്ക് വെൽ. ദേ ഷുഡ് ഹാവ് ദ ഐഡിയ വൈ ആർ ദേ ഡൂയിങ് ദാറ്റ്. ദേ ഷുഡ് ഹാവ് ദ എത്തിക്സ് ഓഫ് ദെയർ ഓൺ. ഈ എത്തിക്സ് വരുന്നത് എങ്ങനെയാ? ഇഫ് യു ആർ ഏബിൾ ടു തിങ്ക്. ഈ തിങ്കിങ് വരുന്നത് എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ സൂപ്പർസ്റ്റിഷൻസ് റിമൂവ് ചെയ്യണം, നമ്മുടെ ഈ സങ്കല്പങ്ങൾ റിമൂവ് ചെയ്യണം, മിത്സ് റിമൂവ് ചെയ്യണം, ഫെയ്ത്ത് റിമൂവ് ചെയ്യണം. യു ഷുഡ് ഗിവ് ദം ദ ഫാക്ട്സ്. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കുട്ടിയും കേടുവരില്ല. യു ജസ്റ്റ് ട്രൈ ദാറ്റ്. പേരൻസ് ആണെങ്കിൽ നമ്മൾ മാറേണ്ട സമയമായി. ആസ് ടീച്ചേഴ്സ് ഓർ ദ പേരൻസ് പേടിപ്പിക്കേണ്ട സമയമല്ല ഇത്.